കുറച്ചധികം വർഷങ്ങൾക്ക് മുൻപ് ഇന്നുള്ളതുപോലെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള നിക്ഷേപ സംവിധാനങ്ങൾ വളരെ കുറവായിരുന്നു. മ്യൂച്വൽ ഫണ്ടും സ്റ്റോക്ക് മാർക്കറ്റും ഒക്കെ ഉണ്ടായിരുന്നുവെങ്കിലും ഇത്രയ്ക്കങ്ങോട്ട് ആക്റ്റീവ് ആയിരുന്നില്ല. ആ ഒരു കാലഘട്ടത്തിൽ എല്ലാ വിഭാഗത്തിലുള്ള ഇൻവെസ്റ്റേഴ്സിനെയും ആകർഷിക്കുന്ന ഒരു സംഗതിയായിരുന്നു ഈ റിക്കറിംഗ് ഡെപ്പോസിറ്റ്. എന്നാൽ ഇന്ന് കാലം മാറി, കഥ മാറി. എമർജിംഗ് ആയിട്ടുള്ള, അഗ്രസീവ് ആയിട്ടുള്ള ഒരുപാട് നിക്ഷേപ സംവിധാനങ്ങൾ ജനകീയമായി. അതോടെ റിക്കറിംഗ് ഡെപ്പോസിറ്റിനെ ചേർത്ത് പിടിക്കുന്നത് ഭൂരിഭാഗവും കൺസർവേറ്റീവ് ഇൻവെസ്റ്റേഴ്സ് എന്ന വിഭാഗമാണ് എന്ന അവസ്ഥയിലേക്ക് വന്നു. അതായത് കൂടുതൽ റിസ്ക് എടുക്കാൻ തയ്യാറുള്ള അഗ്രസീവ് ഇൻവെസ്റ്റേഴ്സ് റിക്കറിംഗ് ഡെപ്പോസിറ്റിനെ ഏതാണ്ട് കൈയൊഴിഞ്ഞു കഴിഞ്ഞു. എന്നാൽ ഒരു കാര്യം നമ്മൾ നിർബന്ധമായിട്ടും മനസ്സിലാക്കിയിരിക്കണം. റിക്കറിംഗ് ഡെപ്പോസിറ്റ് എന്ന RDയുടെ പ്രാധാന്യം ഇല്ലാതായിട്ടില്ല. എമർജിംഗ് ആയ, ഇന്നോവേറ്റീവ് ആയ ഒരുപാട് നിക്ഷേപ സംവിധാനങ്ങൾ ഇവിടെ ജനകീയമായിട്ടും റിക്കറിംഗ് ഡെപ്പോസിറ്റിന് അതിൻ്റെതായിട്ടുള്ള റോൾ ഇപ്പോഴുമുണ്ട് എന്നതാണ്.